ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങി. ഇന്നലത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, അതൊക്കെ ഉറങ്ങി തീർത്ത് രാവിലെ തന്നെ എണീറ്റിട്ട് നേരെ ഇന്നലെ കണ്ടില്ലായിരുന്നു ലോറ മ്യൂസിയം, അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ അത് ജസ്റ്റ് കണ്ടിട്ട് പിന്നെ ഐഫിൽ ടവറിൽ കയറാനുള്ള ഞങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് 1:30. അപ്പോൾ ഏകദേശം 1:30 മണിയാകുമ്പോൾ നമുക്ക് ഐഫിൽ ടവറിൻ്റെ അവിടെ എത്തണം, എന്നാലേ അതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ കയറിയിട്ട് പിന്നെ നേരെ ഒന്ന് ചുറ്റിക്കറങ്ങാനാണ് പ്ലാന്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ പ്ലാന്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഇന്നത്തെ. ഐഫിൽ ടവറിൻ്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളതല്ലേ, അപ്പോൾ ഒന്ന് ചെത്താമെന്ന് വിചാരിച്ചു. ഇതാണ് അണ്ണൻ കിടിലൻ ലുക്കിൽ. ഇന്നും ഇന്നലത്തെ അത്ര തണുപ്പില്ല, എന്നാലും അഡ്ജസ്റ്റബിൾ ആണ്, കുഴപ്പമില്ല. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ നല്ല തണുപ്പ് വരികയാണെങ്കിൽ ഈ സാധനമൊന്നും തികയില്ല. അപ്പോൾ റൂമിൽ പോയിട്ട് മറ്റേ ജാക്കറ്റ് തന്നെ ഇടേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ സൺലൈറ്റ് കുറവായിരുന്നു, ഇപ്പോൾ ഒരു മൂടി ക്ലൈമറ്റാണ്. ഞങ്ങൾ ഇന്നലെ നടന്ന അതേ സെയിം റൂട്ടിന് തന്നെ ഇന്ന് നടക്കുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചു തന്നതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും അടിപൊളി കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. പക്ഷേ ബാക്കിലുള്ള അത് നല്ല ഭംഗിയുണ്ട്, ഇന്നലെ കാണിച്ചാണ്, അത് എന്തായാലും കൊള്ളാം. അതേപോലെ അതും നമ്മൾ ഏകദേശം ഈ ലോറ മ്യൂസിയത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ്. ഏകദേശം എത്തി, അതിൻ്റെ എൻട്രൻസ് തപ്പി പോവാണ്. ഈ ലോറ മ്യൂസിയത്തിൻ്റെ സൈഡിൽ കൂടെയുള്ളൊക്കെ ബിൽഡിങ്ങൊക്കെ അടിപൊളിയാണ്. അവിടുത്തെ ഈ റോഡൊക്കെ നൈസ്. ബിൽഡിങ്ങൊക്കെ ഏകദേശം സെയിം കല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കി, അതിൻ്റെ കളറാണ് ഈ കാണുന്നത്. ലോറ മ്യൂസിയത്തിൻ്റെ ഒക്കെ സൈഡാണ് ഇതൊക്കെ. ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്, ഏതാണാവോ, പോയി തപ്പട്ടെ. ഇതാണ് ലോറ മ്യൂസിയം, ഫേമസ് വൺ. നമ്മുടെ ഡാവിഞ്ചിൻ്റെ കുറേ ചിത്രങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നതൊക്കെ കാണുന്നുണ്ട് ഈ ക്ലാസ്സിൽ കൂടെ. നമ്മൾ ആ സ്ട്രീറ്റിൽ കൂടെ നടന്ന്, ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. സോ ഡേഞ്ചറസ്. സൗണ്ടിൻ്റെ മോഡുലേഷനൊക്കെ മാറി. ഇതൊക്കെ ആർക്കിടെക്ചർ ഏതാ അടിപൊളി. ഇതൊക്കെ ഈ കല്ലിൻ്റെ കളർ തന്നെയാണ് അതാക്കുന്ന. മറ്റേ ആ പിരമിഡൊക്കെ അടുത്തൊന്നും കാണാം. അയ്യോ, അതാ കണ്ടില്ലേ. ഇതാണ് ഞാനൊക്കെ കുറേ കാലങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന സാധനം. അങ്ങനെ ഫൈനലി ഞാൻ അവിടെ എത്തി. എൻ്റെ താജ്മഹലൊക്കെ കാണും പോലെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെളിച്ചം വന്ന് വരും. നോക്കാം. യെസ്, ഞാൻ അവിടം വരെ കാണിക്കുക, എന്താണെന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് കാണാം. എൻ്റെ മാനെ, അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സ്പേസ് ഉണ്ടെന്നല്ല എനിക്കറിയില്ലായിരുന്നു. അയ്യോ, അവിടെ അതാന്ന് തോന്നി ഇതിൻ്റെ മെയിൻ ഗേറ്റ്. അതാ നമ്മൾ ഇന്നലെ കണ്ട ജയന്റ് വീലൊക്കെ. ഞാനിതൊന്ന് ചുറ്റി കാണിക്കുക നിങ്ങളെ. നമ്മൾ കയറി വന്ന സ്ഥലം, പിന്നെ ഇതാ പിരമിഡുകൾ, അതൊക്കെ അടിപൊളി. ഇതിൻ്റെ താഴെയാണ് മ്യൂസിയം തോന്നുന്നത്, മ്യൂസിയം ഡു ലോറ. അപ്പോൾ താഴത്താണ് ആ പിക്ചേഴ്സൊക്കെ. എന്നാലും ഇൻഡോർ ഏതായാലും അടിപൊളി. ഇതിൻ്റെ പുറത്തുനിന്ന് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് നേരെ ഞങ്ങൾ ഐഫിൽ ടവറിൻ്റെ അടുത്തേക്ക് പോവാണ്. ഏതായാലും ഇത് അടിപൊളിയാട്ടാ. ഇതിൻ്റെ ഇൻഡോർ സെറ്റാണ്. ഒരുപാട് ടൂറിസ്റ്റുകളും ഉണ്ട്, പിന്നെ ഇവിടുത്തെ ആൾക്കാരും ഉണ്ട് കുറേ. ആ ജാനുവരിയിലൊക്കെ ഇപ്പോഴേ ഓപ്പണാണ്. നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ ഹെവി കാറ്റാണ്, തണുത്ത ഐസായി. എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണമല്ലോ. അങ്ങനെ ഇവിടുന്ന് അത്യാവശ്യം ഫോട്ടോസും എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ വിടുകയാണ്. ഐഫിൽ ടവറിൻ്റെ ഒരു എൻ്റെ അവിടെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം 1:30 മണിക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ കയറണം, കറക്റ്റ് ടൈമിന് അവിടെ എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. ഇതേതായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. പിന്നെ കാണാനൊക്കെ അടിപൊളി, ഒക്കെ സെറ്റാണ്. പിന്നെ മെയിനായിട്ടുള്ള 2 ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഐഫിൽ ടവറും പിന്നെ ഒന്ന് ഈ ലോറ മ്യൂസിയമാണ്. എന്തായാലും അത് ഏതായാലും കണ്ട് സന്തോഷം. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇതിൻ്റെ ഗേറ്റും അടിപൊളിയാണ്, പിന്നെ കയറുന്ന കാണാൻ. അവിടെ കണ്ടില്ലേ,
നടന്ന് ഈ ഗേറ്റിൻ്റെ അടുത്ത് എത്തി. ഇവിടുന്ന് ആ മ്യൂസിയത്തിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചത്. ഏതാ അടിപൊളി, ആ പിരമിഡൊക്കെ അവിടെ ആയിട്ട്. അതായത് ഇവിടുന്ന് ഇതാണ് അതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഈ ഗേറ്റിൻ്റെ ഇതുവഴി ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതൊരു ഫേമസ് പാർക്കാണ്. നമ്മൾ ഇന്നലെ ക്രിസ്മസ് മാർക്കറ്റ് വന്ന അവിടെയാണ്. പിന്നെ ഇവിടുന്ന് നമ്മുടെ ഐഫിൽ ടവറിൻ്റെ വ്യൂ ചെറുതായിട്ട് കാണുന്നത് അവിടെ. നല്ല തണുപ്പടിച്ച് കുറച്ച് ഫോട്ടോ എടുത്തപ്പോഴേക്ക് ഗ്ലൗ ഒക്കെ ഇട്ട് ഗ്യാപ്പ് ഇട്ട് ഞാൻ ഐഫിൽ ടവർ വരെ ഇങ്ങനെ തന്നെ പോട്ടെ. കാരണം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇതൊന്നും ഒഴിവില്ലല്ലോ. ഇതാ ഗേറ്റിൻ്റെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ളൊരു വ്യൂ. ഇവിടെ കുറേ ബിൽഡിങ്ങുകൾ, നമ്മളെ സ്കൈ വീല്, പിന്നെ അവിടെ നേരെ കാണുന്ന എല്ലാവരും ഇത് കാണിച്ചു തന്നില്ലായിരുന്നു, അറിയില്ല. അതാ അവിടെ മോണമെൻ്റ് പോലെ. പിന്നെ അവിടെ ഐഫിൽ ടവർ. ഇതൊരു മ്യൂസിയമാണിത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. പക്ഷെ നമുക്ക് ഏകദേശം ഐഫിൽ ടവർ കയറാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ലോകം കാണുന്നുണ്ടോ? പക്ഷേ നല്ല ദൂരം ഉണ്ടാവും. നടക്കുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ടാൽ. അങ്ങനെ ഞങ്ങൾ മുകളിൽ കൂടെ ഇതുവരെ നടന്ന് ഇപ്പം ജസ്റ്റ് താഴോട്ടൊന്ന് ഇറങ്ങി. പിന്നെ ഇതൊക്കെ ഇവിടെ ഒളിമ്പിക്സിൻ്റെ സമയത്ത് പെയിൻ്റ് അടിച്ചായിരിക്കും. കുറേ ആൾക്കാരിങ്ങനെ ഓടുന്നുണ്ട്. ഇതിലേം കൊള്ളാം, നടക്കാനൊക്കെ അടിപൊളി. കുറേ ബ്രിഡ്ജസ് ഉണ്ട്. പിന്നെ അവിടെ എല്ലായിടത്തും ഇന്നലെ അതിലൂടെ ആയിരുന്നു പോയത്. ആ 2 പില്ലറുണ്ടല്ലോ അറ്റത്ത്. കൊള്ളാം, ഫുള്ള് ഓട്ടക്കാരാ. നമ്മളിതിലൂടെ നടന്ന് നമ്മളെ ഐഫിൽ ടവറിൻ്റെ താഴെ എത്തി ഏകദേശം. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറണം. ഇനി കുറച്ചുകൂടി ടൈമുണ്ട് നമുക്ക് അവിടെ കയറാൻ. അവിടെ കയറിയിട്ടുള്ളൊരു വ്യൂ ഞാൻ എന്തായാലും കാണിക്കും. അവിടെ സെക്കൻഡ് ഫ്ലോറിൽ ആ കാണാനാണ് കുറേ റെസ്റ്റോറൻ്റൊക്കെ കാണാൻ. അവിടെ എത്തിയിട്ട് നോക്കുന്നതായാലും. എന്തായാലും ഇവിടെ നിന്നുള്ള ഈ വ്യൂ അടിപൊളി. ഇതൊക്കെ ഈ ബോട്ട് പോലത്തെ റെസ്റ്റോറൻറ്റുകളാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ താഴെ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഐഫിൽ ടവറിൻ്റെ താഴെ എത്തി. ഏകദേശം 300 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിന്. പിന്നെ 300 മീറ്റർ ഹൈറ്റ് എന്താല്ലേ. കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. 1800 ഇതിലുണ്ടാക്കിയ സാധനം. പിന്നെ വേറൊരു മോണമെൻ്റ് ആയിട്ട് താഴേന്ന് ഇവിടെ എത്തി. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങി. മുകളിലെത്തിയിട്ട് എന്താവും എന്തോ. എന്തായാലും നല്ല അത്യാവശ്യം ലൈറ്റിംഗ് ഉണ്ട്, അപ്പം കുഴപ്പമില്ല. ഫോട്ടോ ഒക്കെ എങ്ങനെ ഉണ്ടാവും അവിടെ എത്തിയിട്ട് നോക്കാം. ഇതാണ് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റ്. ഞങ്ങളതാ 1:30 ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് കയറാൻ ഏകദേശം 36 യൂറോയോ 26 യൂറോ. ഇത് 15 യൂറോ സെക്കൻഡ് ഫ്ലോർ വരെ. അങ്ങനെ ഇവിടുന്ന് സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി. അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് വഴി നടന്ന് കയറാം, അല്ലെങ്കിൽ ലിഫ്റ്റ് വഴിയും കയറാം. നമുക്ക് സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറാം. ഇങ്ങനെ നടന്ന് ഇതിൻ്റെ താഴെ എത്തി. എൻ്റെ മുന്നേ ഇത് വീഡിയോയിൽ ഇത്ര സൈസ് കാണുന്നുള്ളൂ, പക്ഷേ ശരിക്കും ഹെവി സൈസാണ്. എനിക്കെങ്കിലും ഇതിൻ്റെ സൈസ് മനസ്സിലാവില്ല. ഇവിടെ വന്നിട്ട് തന്നെ ഈ കാണണം. ഞാനങ്ങനെ ഇതിൻ്റെ ഐഫിൽ ടവറിൻ്റെതായി ഇപ്പോൾ താഴെയുള്ള എൻ്റെ പൊന്നോ. ഇവിടുന്ന് ആ ഫസ്റ്റ് ഫ്ലോർ കാണണുള്ളൂ, പക്ഷെ അതിൻ്റെ മുകളിൽ കയറിയാൽ പിന്നെ മുകളിലേക്ക് കാണാം. നല്ല കാറ്റും നല്ല തണുപ്പുമാണ്, സീനാണ്. ഇന്നെന്താ ക്ലൈമറ്റ് പെട്ടെന്ന് മാറി. എന്തായാലും മുകളിൽ കയറിയിട്ട് നോക്കാം. ഇതിൻ്റെ ഈ താഴേക്ക് വരാൻ ടിക്കറ്റിനൊന്നും ആവശ്യമില്ല. പക്ഷേ ഇവിടെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. അതിങ്ങനെ സ്റ്റെയർ കയറി അങ്ങനെ പോവാം. അങ്ങനെയാണ്. ഇവിടെ പിന്നെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. അതും കഴിഞ്ഞ് ഉള്ളിലോട്ട് പോവാം. ഇവിടെ നിന്നാണ് നമ്മളെ ഈ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുറന്നു. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നാ? 647 സ്റ്റെപ്പ്. 647 സ്റ്റെപ്പ്. അത്രയും കയറാനുണ്ട്. വരുന്നതാണ് ലിഫ്റ്റ്.
ഇങ്ങനെ റൗണ്ട് അടിച്ചാണ് കയറേണ്ടത്. ഇത് ഇപ്പോൾ എൻ്റെ സൈസ് എൻ്റെ അമ്മേ. നമ്മളിങ്ങനെ സിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഹൈറ്റിലോട്ട് കയറി തുടങ്ങി. മുകളിലെത്തുമ്പോഴൊക്കെ കഥയ്ക്കും. ഈ തണുപ്പും ആയതുകൊണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ 4 ഈ കോർണറിലുണ്ട് ഈ എൻട്രൻസ് സ്റ്റെയർ. അപ്പം തന്നെ സിറ്റിൻ്റെ ചെറിയൊരു വ്യൂ കിട്ടുന്നുണ്ട്. നോക്കാം മുകളിൽ കയറിയിട്ട്. അങ്ങനെ നമ്മൾ കയറിയിട്ട് ഇതാ ഫസ്റ്റ് ഫ്ലോർ എത്തി. ഇതാണ് ഈ ഫസ്റ്റ് ഫ്ലോർ. ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ഫ്ലോറും കൂടി കയറാനുണ്ട്. സിറ്റിൻ്റെ അടിപൊളി വ്യൂ. നമ്മൾ ഇന്നലെ ആ വഴി അങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ഈ അടുത്തൊന്നും ഈ ഐഫിൽ ടവറിൻ്റെ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് പോലും ഇല്ല. ആ ബിൽഡിങ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്തെങ്ങാനും ഉണ്ടാക്കിയതായിരിക്കും. ലോങ്ങിൽ നിന്ന് ഇതിൻ്റെ വ്യൂ കിട്ടും. നമ്മളിപ്പോൾ ഇതിലൂടെ എങ്ങനെ നടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇതൊരു കഫേയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വരുന്നവരൊക്കെ എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറണം. ഏറ്റവും ടോപ്പ് കയറിയില്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോർ വരെയെങ്കിലും. ഏതാ വ്യൂ ഞാൻ കാണിച്ചുതരാം. ഇതിൻ്റെ വേറൊരു സൈഡിലാണ് ഇപ്പം പോയത്. ഇവിടെ മറ്റേ റിവറിൻ്റെയൊക്കെ വ്യൂ ആണ്. നമ്മൾ നടന്നു വന്ന നേരത്തെ അവിടെ എന്തോ ഒരു കുന്ന് പോലെ കുറേ ബിൽഡിംഗ് ആണ് ഇങ്ങനെ തട്ടായിട്ട്. ഏതാ വ്യൂ. ഇതിൻ്റെ മുകളിൽ നിന്നൊരു വ്യൂ കൂടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ താഴെ നല്ലൊരു നമ്മൾ ഇന്നലെ അവിടെ കയറിയിട്ടായിരുന്നു ഒരു ഫോട്ടോസൊക്കെ എടുത്തത്. ഈവനിങ് ലാസ്റ്റ് സൈഡായി ബ്രിഡ്ജ്. ഫോണിൻ്റെ പുറത്തേക്ക് ഇട്ടാൽ പേടിയാണ്, ചിലപ്പോൾ താഴെ പോയാലും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു 4ാമത്തെ സൈഡ്. അടിപൊളി. എത്രങ്ങാനുണ്ടെന്നറിയാം. പാരീസ് സിറ്റി അങ്ങ് എൻഡിൽ വരെ ഉണ്ട്. അല്ല ഇതിലൂടെ നടന്നതിന് നേരെ മുകളിലേക്ക് പോകും. മുകളിൽ നിന്നുണ്ടോ വ്യൂ കൂടി നോക്കട്ടെ. ഇതാണ് ആ ലിഫ്റ്റ് മുകളിലോട്ട് കയറി പോകുന്ന വഴി. എന്തായാലും നമ്മൾ ഉള്ളോട്ട് പോയി നോക്കട്ടെ. ഇത് നമ്മൾ പിന്നെയും ആ സെൻറ്ററിലെത്തി. ഇവിടെ നമ്മൾ നേരത്തെ ഈ താഴെ ഇരുന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തു. അപ്പോൾ അത്യാവശ്യം മുകളിലായി നമ്മൾ. അങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഒക്കെ ഡെക്കറേഷൻസ് ആയിരിക്കും. ട്രീ ഒക്കെ വെച്ചിട്ട് അടിപൊളി. ഇതേതായാലും അടിപൊളി ഉണ്ടാ ഈ കഫേയൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് കയറാൻ പോകുന്നു. അത് കൂടെ ഇനി ഇതിൻ്റെ മുകളിലും കൂടി കയറിയിട്ട് നമ്മൾ താഴെ ഇറങ്ങും. അവിടെ നിന്നുള്ള വ്യൂ കൂടി നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ കുറേ സ്റ്റെപ്പ് ഫസ്റ്റ് 0 സെക്കൻഡ് ഫസ്റ്റ് കയറുന്നതിൻ്റെ അതിനെക്കാട്ടും ദൂരമുണ്ട് 10 സെക്കൻഡിലോട്ട്. അല്ല വ്യൂ കൊള്ളാം. കിട്ടില്ല. ഇവിടുന്ന് നല്ല രസം മോളെ കാണാൻ. സെക്കൻഡ് ഫ്ലോറിലെത്തി. പിന്നെ അതാ ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം. അയ്യോ, ഇത് ഐഫിൽ ടവറിൻ്റെ മുകളിലെ ഗൈസ്. അവർ മാളിലൊക്കെ കയറി അതേയാവും ഫീല്. സെറ്റ് ടോയ്ലറ്റ് സെറ്റപ്പ് എല്ലാം ഉണ്ട്. പിന്നെ ഇതാ ലിഫ്റ്റ് കയറി പോകുന്ന സ്ഥലമാണ്. ഇവിടുന്നത് ഇതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ആൾക്കാർ ക്യൂ ആണ്. ഇതാണ് ഐഫിൽ ടവറിന് മുകളിലുള്ള ഓരോന്നിൻ്റെ റേറ്റൊക്കെ. ഇപ്പം €9 €9.50. ഇതിൻ്റെ മുകളിൽ അതൊന്നും വലിയ പൈസ ആയിട്ട് തോന്നുന്നില്ല. ഒരു ചെറിയ കോഫി ഷോപ്പായിരുന്നു. എന്തായാലും കൊള്ളാം. നമ്മൾ സെക്കൻഡ് ഫ്ലോറിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറിയത്. ഇവിടെയാണ് ശരിയായ വ്യൂ വരുന്നത്. നീട്ടായിട്ട് കാണാം സിറ്റി ഫുള്ളായിട്ട്. ആ സൈഡിൽ ഭയങ്കര കാറ്റ്. അപ്പോൾ ഞങ്ങൾ കാറ്റില്ലാത്ത സൈഡ് നോക്കി വന്നു. അപ്പോൾ ഇവിടെ തോന്നുന്നു കുറച്ച് കാറ്റ് കുറവുള്ളൂ. ഏതായാലും ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ ഒരു ഏതായാലും വ്യൂ അടിപൊളി സെറ്റ്. പിന്നെ ഇതൊക്കെയാണ് ഈ ലൈറ്റൊക്കെയാണ് രാത്രി ഇങ്ങനെ മിന്നണേ. രാത്രി എന്തായാലും വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സൈഡ് വ്യൂ ഇങ്ങനെ കാണാം ഫുൾ ടവർ. ശരിക്കും ഇതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഇതിനെക്കാട്ടുള്ള വേറെ ഒന്നും ഇല്ല ഇവിടെ. അങ്ങനെ
അങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ പുറത്തെത്തിയിട്ട് ഇന്നലെ എടുത്തില്ലായിരുന്നു അതിൻ്റെ മുകളിൽ അപ്പുറം അവിടെ നിന്ന് അങ്ങനെ ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്ന രൂപത്തിൽ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പിന്നെ നേരെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകും. എന്തായാലും നോക്കാം. ഏതായാലും അടിപൊളി. ഞങ്ങളൊരു കുറച്ച് കാറ്റില്ലാത്ത മൂല നോക്കിയിട്ടാണ് ഫോട്ടോ എടുത്തത്. കാറ്റുകൂടി വരുമ്പോൾ നല്ല സീനാണ്, നല്ല തണുപ്പാണ്, നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സിറ്റിനോട് ഇവിടുന്ന് ഈ ഐഫിൽ ടവറിന് മുകളിൽ നിന്ന് ഇങ്ങനെ പോവാണ്, ഇവിടെ പറയാണ്. ഓക്കെ, ഏതായാലും ഈ വ്യൂ ഏതായാലും അടിപൊളിയാണ്. അത് ഒരു പഴയ മ്യൂസിയമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ആ ഒരു ആർമീൻ്റെ മ്യൂസിയം എന്ന് പറഞ്ഞാൽ തന്നില്ല, അത് തന്നെയാണ്. പിന്നെ അവിടെ അതാ സ്കൈ വീലും അതാ പാർക്ക്, ക്രിസ്മസ് മാർക്കറ്റ്. അങ്ങനെ നമ്മൾ ഈ കയറിയ സ്റ്റെയറൊക്കെ നേരെ താഴോട്ട് ഇറങ്ങണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലുള്ള വ്യൂവും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നേരെ താഴേക്ക്. ഇതിൻ്റെ പില്ലറിൻ്റെയൊക്കെ ഒരു സൈസ് കണ്ട, പില്ലറല്ലേ ഈ കമ്പിയൊക്കെ എത്ര ലോങ് ആയിട്ടാണ്, അത്രയും സ്ട്രോങ് വേണോ? ഇത് 100-130 കൊല്ലമായി സാധനം ഇങ്ങനെ നിൽക്കണം. ഇത് ലിഫ്റ്റ് പോകുന്ന വഴിയായത്. താഴേക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. ഞങ്ങളിപ്പോൾ ഒരു കോർണറിലെ ലെക്കിലാണ്, ബാക്കി 3 അവിടെ. ഇതിൽ മെഷീനറി ഹിസ്റ്റോറിക് 1899, അതെന്താ മെഷീനറിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊക്കെ കൊല്ലമായി ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പുറത്തെത്തി. ബാക്കി 3 കാല്. ഇതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് സപ്പോർട്ട്. താഴത്തെ 4 മൂലയിൽ അവിടെ എന്തൊക്കെയോ എഴുതി വെച്ച് അറിയില്ല, പല ലാംഗ്വേജിൽ എന്തോ ഒന്നിനും പറയുന്നത്. എവിടെയൊക്കെ തെരുവോര കച്ചവടക്കാരാ. ഇങ്ങനെ നമ്മൾ അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പുറത്തേക്ക് നടക്കുകയാണ്. നല്ല വ്യൂ ആണ്. ഇപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നല്ലപോലെ ക്ലിയറായി വേക്കിൽ ആകാശം, നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒളിമ്പിക്സിൻ്റെ സിമ്പലിനെടുത്ത് നല്ലൊരു വ്യൂ. എത്ര കണ്ടാലും മടുക്കാത്തൊരു സാധനം. നമ്മളെ എങ്ങോട്ട് പോകുമ്പോൾ അതെന്നെ നോക്കി പോവാം. നമ്മൾ നടന്ന് അതിൻ്റെ ഐഫിൽ ടവറിൻ്റെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെ എത്തി. കിടിലം വ്യൂ. ഇന്നലെ തന്നെ കണ്ടതാണ്, ഇന്നൊന്നുകൂടെ വന്നു. ഇവിടുന്ന് മെല്ലെ നടന്ന് നീങ്ങുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നൈറ്റ് വരും, അടുത്ത ലൊക്കേഷൻ തപ്പി അങ്ങനെ പോവാണ്. എന്തായാലും ഇവിടെ നിന്നുള്ള താഴെയുള്ള വ്യൂ ഇല്ലേ, അത് ഏതായാലും അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ എത്ര നേരമാണ് ഞാൻ നോക്കി കേട്ടാ, അടിപൊളി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക്. പിന്നെ അതിൻ്റെ എന്തോ ഒരു മോണമെൻറ്റ് പോലെ എന്തോ എഴുതി വെച്ചത്, ഇതാ റിപ്പബ്ലിക് ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നൈറ്റായി. പിന്നെ ഞങ്ങൾ നേരത്തെ ഐഫിൽ ടവറിൻ്റെ അടുത്തുനിന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ റൂമിൽ വന്ന് കോസ്റ്റ്യൂമൊക്കെ ഇതാ മാറി ഒന്നുകൂടി പുറത്തിറങ്ങിയത്. ഐഫിൽ ടവറിൻ്റെ ആ നൈറ്റ് ലൈറ്റ് മിന്നണ ഒരു ഷോ ഉണ്ട്. ആ എല്ലാ മണിക്കൂറിലും എന്താ പറയുക 8 മണിക്ക് ശേഷം ഓരോ മണിക്കൂറിൽ ഫസ്റ്റ് 5 മിനിറ്റ് മാത്രമേ അത് ലൈറ്റ് കത്തുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് കാണാൻ പോവാണ്. പിന്നെ ഇവിടുന്ന് അത്യാവശ്യം നടക്കാനുണ്ട്. പിന്നെ പോകുന്ന വഴിയൊക്കെ ഞങ്ങളിപ്പോൾ 2 പ്രാവശ്യം നടന്ന് കണ്ട്. ഇനിയിപ്പോൾ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഏകദേശം ടൈമും ആയി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അവിടെ എത്തിയിട്ട്. നമ്മൾ മെട്രോ കയറി ഐഫിൽ ടവറിൻ്റെ അവിടുത്തെ സ്റ്റോപ്പിലെത്തി. ഞാനത് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. എൻ്റെ മുന്നിൽ പിന്നെ ഐഫിൽ ടവർ ലൈറ്റ് കത്തിച്ചാണ്, പക്ഷേ മറ്റേ മിന്നുന്ന പരിപാടി ആയില്ല. എൻ്റെ പൊന്നു എത്ര ആൾക്കാരാന്നാ, എൻ്റെ മോളെ ഇതെന്തോ വേറെ ഫീല്. ഞാൻ കാണിച്ചു തരാം. അടിപൊളി. ഞാൻ കുറച്ചുകൂടി മുന്നിൽ പോയിട്ട് കാണിച്ചു തരാം. അടിപൊളി വ്യൂ കേട്ടോ. എൻ്റെ അമ്മ, ഇതൊക്കെ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള ഒരു ഭംഗിയില്ലേ, വീഡിയോയിൽ എത്ര കിട്ടുന്നുള്ള അറിയില്ല. എന്തായാലും അടിപൊളി. മുകളിൽ ലൈറ്റൊക്കെ ആയിട്ട് സെറ്റ്. കുറച്ചുകൂടി മുന്നിലോട്ട് വന്നപ്പോൾ താഴെ വണ്ടി പോകുന്നതും ഇതുമായിട്ട് ഏതാ അടിപൊളി. വേറൊരു ബിൽഡിങ് ഇതാ കാണാൻ, ഒരു ഹൈറ്റിലുള്ളത്. ഇവിടെ ഒന്നുമില്ല.
മാത്രം ഇങ്ങനെ എടുത്ത് കാണിക്കുക. ഇത് കാണുമ്പോൾ ശരിക്കും പകലുള്ള വ്യൂ ഒന്നും അല്ല എന്നുള്ള പോലെ തോന്നും. കാരണം അത് അത്രയ്ക്ക് അടിപൊളിയാണ്. ഇനിയിപ്പോൾ ആ ലൈറ്റും കൂടി വരുമ്പോൾ അടിപൊളിയായിരിക്കും. നമ്മൾ നോക്കാം. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ പോയി നോക്കണ്ട. അപ്പോൾ ഏകദേശം 4 പില്ലർ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ അപ്പോൾ 2 ഉള്ള പോലെയല്ല തോന്നുന്നത്. ഒന്ന് മാറി നോക്കട്ടെ. അങ്ങനെ ഞങ്ങളിങ്ങനെ നല്ല ലൊക്കേഷൻ തപ്പി സൈഡോട്ട് പോവാണ്. എവിടെ നിന്ന് നോക്കിയാലും അതെന്നെ ഇങ്ങനെ കാണും. ഏതാ ഭംഗിയെന്നറിയാം. അടിപൊളി. അങ്ങോട്ടൊന്നും പോയിട്ട് ഈ വ്യൂ കിട്ടുന്നില്ല. ഈ ഹൈറ്റിലുള്ള വ്യൂ ഇവിടെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ഇവിടെ തന്നെ വന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് മിന്നുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 8 മണിയാവും. ഏകദേശം ലൈറ്റ് വരാൻ സമയമായി. ഞാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ് വരുമ്പോൾ നമുക്ക് കാണാം. അതെല്ലാവരും പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണെന്ന്. എന്തായാലും അത് നോക്കാം. എന്തായാലും ഇവിടുന്ന് ആ വ്യൂ കാണാൻ എന്ത് ഭംഗിയാന്ന്. പിന്നെ അവിടെ ഒരു ചർച്ചും കാണുന്നുണ്ട്. യെസ്, കത്തി. അതായത് ഏകദേശം നിൽക്കാനായി. ഈ ഒരു ടൈമിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യല്. നിന്ന് കറക്റ്റ് ഞങ്ങൾ നടന്ന് കുറച്ച് താഴെ എത്താനായി. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് മിന്നണ ചെറിയ ഐഫിൽ ടവർ. അവിടെ മിന്നാത്ത വലിയ ഐഫിൽ ടവർ. ഇവിടെ നാട്ടിലൊക്കെ തട്ടുകട പോലെ തന്നെ ഐഫിൽ ടവറിന് നേരെ താഴെ ഇങ്ങനത്തെ ഓരോ സെറ്റപ്പാണ് ഇവിടെ. നൈറ്റ് ഏതായാലും അടിപൊളിയാട്ടോ. ഇതിപ്പോൾ ഞാൻ വേറൊരു സൈഡിലോട്ട് വന്നാ. ഇവിടുന്ന് ഇതാ കിട്ടില്ല വ്യൂ എല്ലായിടത്തും തന്നെ. അങ്ങനെ ഞങ്ങൾ വേറൊരു കോർണറിൽ നിന്ന് പിന്നെ അടുത്ത ലൈറ്റിന് വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 9 മണിയായി. 9:05 വരെ ഇങ്ങനെ കത്ത് ചെയ്തു. അടിപൊളി, സൂപ്പർ. ഇതതിൻ്റെ വേറൊരു കോർണറിൽ നിന്നുള്ള വ്യൂ ആണ്. അടിപൊളി. അങ്ങനെ നമ്മൾ ഐഫിൽ ടവറിൻ്റെ അടുത്തുനിന്ന് ആ മോണമെൻറ്റിൻ്റെ അടുത്ത് എത്തി. പിന്നെ ഇതൊരു ആർക്ക് എന്ന് പറയാം, ആർക്ക് ഡി ട്രംഫ്. പിന്നെ ഈ ഫ്രഞ്ച് റവല്യൂഷനിലൊക്കെ മരിച്ചു പോയവരെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയതാണ്. അവരൊക്കെ പേര് അതുമേലെ ഉണ്ടെന്നാണ് പറഞ്ഞു. എന്തായാലും ഒന്ന് അതിൻ്റെ അടുത്ത് പോയി നോക്കാം. എന്തായാലും ഡേ ടൈം മേ ബി വരും, ഉറപ്പില്ല. നാളെ നോക്കട്ടെ. നമ്മൾ ഇതിൻ്റെ അടുത്ത് എത്തി. പിന്നെ ഇത് നല്ല സൈസ് ഉണ്ട്. പിന്നെ ഇത് വലിയൊരു ജംഗ്ഷനാണ്. ഒരുപാട് റോഡുകൾ ഇവിടെ കൂടി ചേർന്നിട്ടുള്ളൊരു ജംഗ്ഷനായത്. പിന്നെ അണ്ടർഗ്രൗണ്ട് മെട്രോയും ഉണ്ട്. ഇതെന്തായാലും ഹെവി സൈസാട്ടോ. അടിപൊളി. ഇത് ആർക്കിന് നേരെ ഓപ്പോസിറ്റ് റോഡാണ്. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് അതൊക്കെ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ സെറ്റ്. ആ റോഡിലോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചത്. പൊളി. ഇവിടുത്തെ ടയറിൻ്റെ ഒരു ഷോറൂം ആയത് ഡെക്കറേറ്റ് ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിട്ട്. പിന്നെ ഇവിടുത്തെ ഈ റോഡും ഈ വഴികളും ഒക്കെ അടിപൊളി. റിഗയിലും ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മരത്തിന് ചുറ്റും ഞാൻ റോട്ടിലത്തെ വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. എത്രയോ ലോങ് ഉണ്ട് ഇതേപോലെ. അടിപൊളി. അവിടെ നമ്മളെ നേരത്തെ കണ്ട ആർക്ക്. ഞാനിപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ്. ഭയങ്കര ലോങ് ആയിട്ട് അടിപൊളി. ആ ഡയറിൻ്റെ അടുത്തുനിന്ന് കുറച്ചും കൂടെ നടന്നപ്പോഴാണ് നമ്മുടെ മറ്റേ ലൂയിസ് വ്യൂട്ടൻ്റെ ഷോറൂം ഉണ്ട്. ഓരോ മറ്റേ ബോക്സിൻ്റെ ഒക്കെ ഷേപ്പിൽ അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര അടിപൊളിയായിട്ടുള്ള കണ്ടത്. പണ്ട് ഖത്തർ എയർപോർട്ടിൽ പോയപ്പോൾ അവിടെ ജസ്റ്റ് കണ്ടിരുന്നു. ഓ അടിപൊളി. ഇത് മറ്റേ ഐഫിൽ ടവർ മിന്നും പോലെ അത് മിന്നണം. എൽവിൻ്റെ ഈ ഷോറൂം ഇതും കറക്റ്റ് മറ്റേ അതേ ടൈമിങ്ങാണ്. ഐഫിൽ ടവർ കത്തും പോലെ തന്നെ. നേരത്തെ 9 മണി മുതൽ 9:05 വരെ ആയിരുന്നു. ഇതിപ്പോൾ കറക്റ്റ് 10 മണിയായി. 10:05 വരെ ഇതിങ്ങനെ മിന്നുമായിരിക്കും. ഇവിടെ ഈ ഡയോണിൻ്റെയൊക്കെ ഷോറൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഏതായാലും അടിപൊളി. അതേപോലെ ഇവിടെ സ്ട്രീറ്റും
അടിപൊളി നൈസ്. പിന്നെ അതാ അവിടെ ഒരു ഐഫിൽ ടവറിൻ്റെ എല്ലാം കാണുന്നു. അങ്ങനെ ഈ ആർക്കിൻ്റെ അടുത്തുനിന്ന് പോവാണ്. ഇതേതായാലും അടിപൊളി. പിന്നെ ഇവിടുത്തെ ഈ മുന്നിലുള്ള ഡെക്കറേഷൻസ് അതൊക്കെ ഈ നൈറ്റ് വന്നുകൊണ്ട് അതൊക്കെ കാണാൻ പറ്റും. ഏതായാലും അടിപൊളി. പിന്നെ ഒരുപാട് റോഡിൻ്റെ കണ്ടില്ലേ, റോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷനൊക്കെ വരുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ ഒരു സെൻറ്ററാണിത്. പിന്നെ ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോണുമെൻ്റ് ആയിട്ടാണ് ഇവർ കാണുന്നത്. പിന്നെ ഇതും ഇവിടെ പാരീസിലുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. പിന്നെ വരുന്നവരൊക്കെ ഇതൊന്ന് വന്ന് കാണാം. ഇനിയിപ്പോൾ എന്തായാലും നാളെ പകലും ഒന്ന് വരും. നാളെ ഇവിടെയും വരണം. പിന്നെ വേറെ കുറച്ച് പ്ലാനുകളും ഉണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം.